നമസ്കാരം. ന്യൂസ് at 1 സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി മെട്രോ DMRCക്ക് തന്നെ. ടെൻഡർ നടപടികളും DMRCക്ക് തന്നെയെന്ന മന്ത്രി കമൽനാഥ്. ഇ ശ്രീധരൻ മുഖ്യ ഉപദേഷ്ടാവായി തുടരും. പദ്ധതി 3 കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കും. പൂർണ്ണ ചുമതല നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീധരൻ. ജീവനക്കാരുടെയും അധ്യാപകരുടെയും അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. ജോലിക്കെത്തിയവരെ വ്യാപകമായി തടഞ്ഞു. തിരുവനന്തപുരത്തും കൊല്ലത്തും KSRTC ബസ്സുകൾക്ക് നേരെ അക്രമം. ജീവനക്കാരുടെ അവകാശമാണ് പെൻഷനെന്ന് VS. പ്രവാസികൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. പ്രവാസി ഭാരതീയ ദിവസിന് കൊച്ചിയിൽ ഔദ്യോഗിക തുടക്കം. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി അർജുൻ മുണ്ടയെ രാജിവെച്ചു. നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് സർക്കാരിന്റെ ശുപാർശ. മെസ്സി തന്നെ ലോക ഫുട്ബോളർ. പുരസ്കാരം തുടർച്ചയായ 4ാം തവണ. നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ താരം. കാത്തിരിപ്പിനൊടുവിൽ മെട്രോ പാളത്തിലേക്ക്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട എല്ലാ കുരുക്കുകളും അഴിയുന്നു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തന്നെ പദ്ധതി നടത്താനും ഇ ശ്രീധരന് മുഴുവൻ ചുമതലകളും നൽകാനും കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും ആശയക്കുഴപ്പങ്ങളെല്ലാം അവസാനിച്ചുവെന്നും കേന്ദ്രമന്ത്രി കമൽനാഥ് പറഞ്ഞു. തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തനാണെന്ന് ഇ ശ്രീധരനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി 1 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി കമൽനാഥ് പറഞ്ഞതിതാണ്. കൊച്ചി മെട്രോ പദ്ധതിക്ക് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു. ഇ ശ്രീധരന് തന്നെയാകും കൊച്ചി മെട്രോയുടെ മേൽനോട്ട ചുമതല. DMRCയിൽ അദ്ദേഹം മുഖ്യ ഉപദേഷ്ടാവായി തുടരും. സാങ്കേതികവും പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട സർവ്വ ചുമതലയും ശ്രീധരന് തന്നെയാകും. DMRC തന്നെ കൊച്ചി പദ്ധതിയുടെ നിർമ്മാണ മേൽനോട്ടം വഹിക്കും. ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾക്ക് അവർ തന്നെ ചുക്കാൻ പിടിക്കും. The supervision of the project at site should also be done by Delhi Metro. Mr. Sridharan will continue to function as the principal advisor to DMRC stationed at Kochi, and he will be delegated appropriate responsibilities to ensure the timely completion. തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തനെന്ന് ഇ ശ്രീധരനും പ്രതികരിച്ചു. See, the time given by the government of India is 4 years. Our attempt is to finish in 3 years' time. I think we'll be able to do it. പദ്ധതി നിർവഹണം സംബന്ധിച്ച് കൊച്ചി ഡൽഹി മെട്രോകൾ തമ്മിൽ കരാർ ഒപ്പിടുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നടപടികളും പൂർത്തിയാകും. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി നടത്തിവന്ന അഭിപ്രായ രൂപീകരണവും സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദവും തന്നെയാണ് കൊച്ചി മെട്രോയെ വീണ്ടും പാളത്തിലാകാൻ സഹായിച്ചത്. ഇക്കാര്യണ്ടത്. ക്യാമറാമാൻ അനീഷ് ടോമിനൊപ്പം കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒട്ടേറെ ആശങ്കകൾക്കൊടുവിലാണ് കൊച്ചി മെട്രോ പദ്ധതി ശരിയായ ദിശയിലെത്തുന്നത്. പദ്ധതി പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാവാൻ ഇനിയും നടപടികൾ അവശേഷിക്കുന്നുവെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഒഴിവായതിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കൊച്ചി മെട്രോ ഒടുവിൽ ട്രാക്കിലെത്തിയിരിക്കുന്നു. മെട്രോ റെയിൽ നിർമ്മാണത്തിൽ അവസാന വാക്കായ DMRCയുടെയും ഇ ശ്രീധരന്റെയും മേൽനോട്ടത്തിൽ തന്നെ. വിവാദങ്ങളെയും തർക്കങ്ങളെയും മറികടന്ന് മെട്രോ യാഥാർത്ഥ്യമാവുമ്പോൾ അംഗീകരിക്കപ്പെടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ശക്തമായി ഉയർത്തിയ പൊതുവികാരമാണ്. ഈ പൊതുവികാരം തന്നെയാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉയർത്താനും പ്രേരണയായത്. ഇ ശ്രീധരനെയും DMRCയെയും ഉന്നമിട്ടുകൊണ്ടുള്ള വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ 6 മാസക്കാലമായി മെട്രോ പദ്ധതിക്ക് കരിനിഴൽ വീഴ്ത്തിയത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ, ദില്ലിക്ക് പുറത്തുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ ഡയറക്ടർ ബോർഡിന്റെ അനുമതി വേണമെന്ന തടസ്സവാദം, ഇവയെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് ശ്രീധരനെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് സംശയമുണ്ടാക്കി. DMRC ചെയർമാൻ സുധീർ കൃഷ്ണയുടെ നിക്ഷിപ്ത താൽപര്യമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുയർന്നു. ശ്രീധരന്റെ ചുമതലകളെ ചോദ്യം ചെയ്തുകൊണ്ട് KMRL മുൻ MD ടോം ജോസ് അയച്ച കത്തുകളും ഇത്തരം അണിയറ നീക്കങ്ങളെ ബലപ്പെടുത്തുന്നതായി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് മെട്രോ ശരിയായ ദിശയിലെത്തുമ്പോൾ ഇനി നടപടിയുണ്ടാവേണ്ട വിഷയങ്ങൾ ഇവയാണ്. 1 സ്ഥലം ഏറ്റെടുക്കാനുള്ള സാങ്കേതിക തടസ്സം നീക്കൽ. മറ്റൊന്ന് പദ്ധതിക്കുള്ള വായ്പ ലഭ്യമാക്കൽ. തീർച്ചയായിട്ടും വേഗം നോക്കേണ്ടി വരും. പിന്നെ ഇനി അവര് ലോൺ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഏതൊക്കെ ഭാഗം അവർ ലോൺ ചെയ്യാന്ന് ഇനിയും അറിയില്ലല്ലോ. അപ്പോ അതിന് നമ്മൾ തയ്യാറായിരിക്കണം എപ്പോഴും. ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിച്ചാൽ കൊച്ചി സ്വപ്നം കണ്ട ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാവാനുള്ള കാത്തിരിപ്പ് ഇനി അധികം നീളില്ലെന്ന് ആശിക്കാം.
ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചി മെട്രോ പദ്ധതി ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ നടപ്പാക്കണമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പ്രാവർത്തികമാകുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വേണ്ടിവന്നത്. 2002 ദില്ലി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുമ്പോഴാണ് കേരളത്തിലും മെട്രോ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാനം രംഗത്തെത്തുന്നത്. സർക്കാർ മാറിയപ്പോൾ ചർച്ചകൾ വഴിമുട്ടി. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ ഇ ശ്രീധരനൊപ്പം ദില്ലി മെട്രോയിൽ കയറി യാത്ര ചെയ്തതോടെയാണ് വീണ്ടും ചർച്ചകൾ സജീവമായത്. എന്നാൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വേണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി ഫയൽ മാറ്റിവെച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പദ്ധതിക്ക് അംഗീകാരം നൽകിയെങ്കിലും ഇ ശ്രീധരനെ പങ്കാളിയാക്കുന്നതിനെ എതിർത്ത് ഉദ്യോഗസ്ഥ ലോബി രംഗത്തെത്തി. DMRCക്ക് മറ്റു ചുമതലകൾ നൽകുന്നതിനെ ദില്ലി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തും എതിർത്തു. കേന്ദ്രമന്ത്രി കമൽനാഥും ഈ നിലപാടെടുത്തതോടെ ഇ ശ്രീധരന്റെ പങ്കാളിത്തത്തിന് രാഷ്ട്രീയ തീരുമാനം വേണമെന്നായി. ഒടുവിൽ സൂരജ് കുണ്ടിലെ വിപുലമായ പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ച് പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ കമൽനാഥുമായി പ്രത്യേകം ചർച്ച നടത്തി. ഇ ശ്രീധരന്റെ നേതൃത്വത്തിനെ പദ്ധതി നടപ്പിലാക്കണമെന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത്. S. അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊച്ചി മെട്രോ സ്വപ്നങ്ങൾ പൂവണിയും എന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി കമൽനാഥിൽ നിന്ന് കിട്ടിയതോടെ കൊച്ചിക്കാർ ആവേശത്തിലായി. DMRCയും ഇ ശ്രീധരനും എത്തുന്നതോടെ പദ്ധതി പെട്ടെന്ന് പൂർത്തിയാകും എന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഹോളിവുഡ് ബോളിവുഡ് സിനിമയിൽ കണ്ടുകൊതിച്ചതാണ് പലരും മെട്രോ ട്രെയിനിലെ സുഖസുന്ദരമായ യാത്ര. ഗതാഗത കുരുക്കില്ലാതെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാമല്ലോ എന്നാണ് ചിലരുടെ സന്തോഷം. മറ്റു ചിലരാകട്ടെ നാടിന്റെ വികസനമെന്ന് ഊറ്റം കൊള്ളും. ഈ ശ്രീധരനാണെങ്കിൽ അതെന്തായാലും 3 വർഷത്തിന് മുമ്പ് പൂർത്തിയാവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയും. കറക്റ്റായിട്ട് അവർ അങ്ങനെ ചെയ്തിരിക്കും. എന്താണെങ്കിലും അങ്ങാടും ഇങ്ങോട്ടും മാറൂല. പുള്ളീന് അത്ര വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. പ്രതീക്ഷയോടെ കാണണം, പെട്ടെന്ന് തീരും എന്ന് വിചാരിക്കണം. അങ്ങനെ വേണം കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഓരോ പ്രോജക്റ്റിനെയും കാണാനുള്ളത്. സ്പീഡായിരിക്കും, കുറച്ച് സ്പീഡായിട്ട് വരാൻ പറ്റും. പിന്നെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല, ഡെവലപ്പ് ചെയ്യും. സന്തോഷം വാനോളം ഉയരുമ്പോഴും നടപടിക്രമങ്ങളിലെ മെല്ലെപ്പോക്ക് ഇനിയും മെട്രോയെ പുറകോട്ടടിക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഈ ഉത്തരവ് ഇറക്കാൻ തന്നെ എത്രയും സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തി തീർക്കാൻ എന്തായാലും ഇതിലും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശങ്കകൾ ഉയരുമ്പോഴും ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കൊച്ചി മെട്രോയിൽ കയറി ഒരു യാത്ര പോകാൻ. പ്രിയ ഇളവളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ സുരക്ഷയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വരുന്ന സാമ്പത്തിക വർഷത്തിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് 8% നിക്ഷേപ രംഗത്ത് പ്രവാസികളുടെ പിന്തുണ അത്യാവശ്യമാണ്. പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. Despite domestic constraints and challenges, we are confident that our strong economic fundamentals, backed by sound policies, will enable us to return to a higher growth path. This is an imperative for us because we need rapid growth and a healthy economy to meet the aspirations of an increasingly young India and make our economic development more inclusive and more sustainable. സംസ്ഥാനത്ത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. ജോലിക്കെത്തിയവരെ സമര അനുകൂലികൾ പലയിടത്തും തടഞ്ഞു. KSRTCയിലെ ഒരു ഭാഗം ജീവനക്കാരും ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. യാത്രാ ദുരിതം മുതൽ സേവന നിഷേധം വരെ അനിശ്ചിതകാല പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകൾ ഭരണസ്ഥിരാ കേന്ദ്രത്തിലും സമീപ ജില്ലകളിലും കാര്യമായ ചലനങ്ങളുണ്ടാക്കി. പബ്ലിക് ഓഫീസിലെത്തിയ വനിതാ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു. അസഭ്യവർഷവും അപമര്യാദയായ പെരുമാറ്റവും സംഘർഷത്തിനിടയാക്കി. പട്ടം സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ സ്കൂൾ പൂട്ടിപ്പോയതായിരുന്നു പ്രശ്നം. മലയൻകീഴ് ITIയിൽ ജോലിക്കെത്തിയ അധ്യാപകനെ സമരാനുകൂലികൾ മർദ്ദിച്ചു. വെള്ളനാട് ഹയർ സെക്കൻഡറി സ്കൂളിലും ജോലിക്കെത്തിയവരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമായി. പൊതുഭരണ സെക്രട്ടേറിയറ്റിൽ 66% എത്തിയെന്നാണ് ഔദ്യോഗിക കണക്ക്. സമരാനുകൂല സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ സേവനത്തിന്റെ അധ്വാനത്തിന്റെ ന്യായമായ പ്രതിഫലമാണ് സർക്കാരിന്റെയോ മുതലാളിയുടെയോ ഔദാര്യമല്ല. തിരുവനന്തപുരത്തും
കൊല്ലത്തും KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കിഴക്കേക്കോട്ടയിൽ 20 ബസ്സുകൾ നശിപ്പിച്ചു. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ 4 ബസ്സുകൾ കേടുവരുത്തി. തലസ്ഥാന നഗരത്തിൽ സിറ്റി സർവീസുകൾ പകുതി കുറഞ്ഞു. അജിത, സംസ്ഥാന സർക്കാർ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് കൊച്ചിയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച KSRTC ജീവനക്കാരിൽ ഒരു വിഭാഗവും പണിമുടക്കുന്നതോടെ പൊതുഗതാഗത മേഖല ഏതാണ്ട് സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. 168 KSRTC ബസ് ഷെഡ്യൂളുകളിൽ 26 മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയത്. പൊതുവാഹനങ്ങൾ കൂടുതലായി നിരത്തിലിറങ്ങിയോടെ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ ഗതാഗത കുരുക്കിലുമായി. എറണാകുളത്ത് പല സർക്കാർ ഓഫീസുകളിലും ജീവനക്കാർ ജോലിക്കെത്തിയില്ല. പല ഓഫീസുകളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു. ജില്ലാ ട്രഷറിയുടെ പ്രവർത്തനവും കോടതിയുടെ പ്രവർത്തനവും സമരം കാരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. സമരം ചെയ്ത ജീവനക്കാർ കണയന്നൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് പ്രതിഷേധ മാർച്ചും നടത്തി. SRV സ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങിയ പ്രമുഖ സ്കൂളുകളുടെ പ്രവർത്തനവും സമരം കാരണം തടസ്സപ്പെട്ടു. ഇടുക്കിയിലും തൃശൂരും പണിമുടക്കിന് ഭാഗിക പ്രതികരണമാണുണ്ടായത്. വടക്കേക്കാട് ALP സ്കൂളും പീരുമേട് അഴുത LP സ്കൂളും സമരാനുകൂലികൾ പൂട്ടിയിട്ടു. ശബരിമലയിലേക്കുള്ള ബസ് സർവീസുകൾ തടസ്സം കൂടാതെ നടന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് കൂടിയായതോടെ മധ്യകേരളത്തിലെ പൊതുഗതാഗത മേഖലയാണ് പണിമുടക്ക് കാരണം ഏറെ സ്തംഭിച്ചത്. കോട്ടയം ജില്ലയിലും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം സമരം കാരണം തടസ്സപ്പെട്ടു. കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മധ്യകേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ ശരാശരി 30% താഴെ മാത്രം ജീവനക്കാരാണ് ജോലിക്കെത്തിയത്. ട്രഷറികളുടെയും കോടതികളുടെയും പ്രവർത്തനം വരെ പലയിടത്തും പണിമുടക്ക് കാരണം തടസ്സപ്പെട്ടു. വിചാരിച്ചതിനേക്കാൾ മികച്ച പ്രതികരണമെന്നാണ് പണിമുടക്കിനെ കുറിച്ച് സമരാനുകൂല സംഘടനകൾ അവകാശപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ ഇനി TV പ്രസാദ് നൽകും. വടക്കൻ കേരളത്തിൽ സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില നന്നേ കുറവാണ്. 40% ജീവനക്കാർ പോലും പല ഓഫീസുകളിലും ജോലിക്കെത്തിയില്ല. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ജീവനക്കാരെ സമരാനുകൂലികൾ തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. വയനാട് ജില്ലയിലൊഴികെ മറ്റ് ജില്ലകളിൽ വളരെ കുറച്ച് KSRTC ബസ്സുകളെ സർവീസ് നടത്തിയുള്ളൂ. സ്വകാര്യ ബസ് പണിമുടക്കും മലബാറിൽ പൂർണ്ണമാണ്. മലബാറിലെ എല്ലാ ജില്ലകളെയും സമരം കാര്യമായി തന്നെ ബാധിച്ചു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നിലപാട് സാധാരണ ജീവിതത്തെയും ബാധിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും CP അജിതയ്ക്കും കൊച്ചിയിൽ നിന്നും PR വന്ദനയ്ക്കുമൊപ്പം കോഴിക്കോട് നിന്നും TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.